ഹായ്. കേൾക്കണില്ലേ? ഞാൻ പറയാം. ഇന്ന് ചാരുവിന്റെ സ്കൂൾ തുറക്കുമ്പോഴുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞങ്ങൾ പോവാട്ടോ. ചാരു ഇത് ഏത് മാസം തുടങ്ങി പറഞ്ഞു തുടങ്ങിയ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം തുടങ്ങി പറഞ്ഞു എനിക്ക് ബാഗ് മേടിക്കുന്നത്. ഞാൻ 1ാം ക്ലാസ്സിൽ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ആ സമയത്ത് ബാഗ് മേടിച്ചു കൊടുത്താൽ വീണ്ടും ഷോപ്പിംഗ് നല്ല ഇഷ്ടമാണ്. അപ്പൊ കറങ്ങാൻ പോകാനുള്ള ഐഡിയാസ് ആണ് പറയുന്നത്. അപ്പൊ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങള് പോവാന്ന് വിചാരിച്ചിരിക്കാം. പക്ഷെ ഈ സ്വഭാവം കിട്ടിയത് ആരെയെന്നുള്ളത് കൂടി പറഞ്ഞാൽ നല്ലതായിരിക്കും. അത് കറക്റ്റാടാ. ഇത് ഈ ട്രിക്ക് കിട്ടിയത് കൊച്ചിന്റെ അമ്മയുടേതാണ്. അപ്പൊ ഞങ്ങള് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. ചെക്ക് ചെയ്യാം. അപ്പൊ കൊച്ചിന്റെ ബാഗ്, കൊട, എന്നിട്ടൊക്കെ നല്ല കുട്ടിയാ. കൊടയൊന്നും ചീറ്റായിട്ടില്ല. അപ്പൊ ഞങ്ങൾ കട എത്തി. കടയുടെ പേരൊന്നും നമ്മൾ പറയണില്ല, കാരണം അപ്പോൾ പ്രമോഷനാന്ന് പറയും. ചാരു ആദ്യമായിട്ട് സ്നാക്ക് ബോക്സ് എടുക്കാണ്. കുറേ നാളായി തുടങ്ങിയിട്ട് സ്നാക്സ് ബോക്സ് നിന്ന്. ഇപ്പൊ ഇങ്ങനെ ചാരു ഇങ്ങനെ നോക്കണൊക്കെ ഉണ്ട്. അല്ല ചാരു? ചെല്ലുമ്പോ തന്നെ നല്ല കളർഫുൾ ആയിട്ട് നിരത്തി വെച്ചേക്കാം കേട്ടോ സ്നാക്ക് ബോക്സുകളാണൊക്കെ. പിന്നെ ചാരുവിന് പിങ്കാണ് ഏറ്റവും താല്പര്യം. ചാരുവിന് പിങ്കും പിന്നെ അതൊക്കെ ശരിയാണ്. പക്ഷെ കൊച്ചിന്റെ എല്ലാ സാധനങ്ങളും പിങ്കാണ്. ചാരുവിന് പിങ്ക്, ചാരുവിന്റെ അമ്മയ്ക്ക് ബ്ലൂ, അച്ഛനും ബ്ലാക്കും. ബ്ലാക്ക് പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ്. അപ്പൊ ബ്ലാക്കും ബ്ലൂവും വേണ്ട. അപ്പൊ അങ്ങനെ ഞാൻ മറ്റേ ചോറ്റുപാത്രം, അതിനെന്തിട്ട് പറയാ, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്. നമ്മൾ പിന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നമുക്ക് അതിനെ പറ്റി വലിയ ധാരണ ഇല്ല. അപ്പോൾ അത് ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നല്ല സാധനം നോക്കി എടുത്തിട്ട് കുറേ നാൾ നിൽക്കുന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഒരു കൊല്ലം പോലും കിട്ടിയില്ല. ശരിക്കും നമ്മൾ കുറേ വിലയുടെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മീഡിയം ലെവൽ എടുത്തായിരുന്നു. കാരണം അവർക്ക് എപ്പോഴും എല്ലാ കൊല്ലം എന്തായാലും വാങ്ങിക്കേണ്ടി വരും. എന്നാലും അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ സ്കൂളിൽ പോകാനായിട്ട്. പക്ഷെ ക്രാവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ ഒരു വീണ്ടും കൂടിയിട്ടാട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ വെള്ളം കുപ്പിയാണ് എടുക്കാൻ പോകണം കേട്ടോ. വെള്ളം കുപ്പി കൊച്ചിന് എനിക്ക് തോന്നുന്നു ഒരു 10 എണ്ണം ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് തോന്നുന്നുണ്ടല്ലേ സ്കൂൾ തുറന്ന്. പിന്നെ എത്ര കാലമായിട്ട് അത് ഓൺലൈനിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും അത് കൊച്ചിൻ്റെ അമ്മയാണ് കേട്ടോ. കൊച്ചിൻ്റെ അമ്മ ഓൺലൈൻ ബേബിയാണ്. എല്ലാ സാധനവും ഓൺലൈനായിട്ട് മേടിക്കുക, എന്നിട്ട് അത് 2 ദിവസം കഴിയുമ്പോൾ ചീറ്റാവുക, എന്നിട്ട് പുതിയത് ഞാൻ കടയിൽ നിന്ന് മേടിക്കുക. അതാണ് ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പരിപാടി. നീ നാണിച്ച് കിടക്കണം, വിഷയം ഉണ്ടാണ്ടിരിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ വെള്ളം കുപ്പി നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും ഇഷ്ടമാവാണ്ട് ഞങ്ങളതൊന്നും വെള്ളം കുപ്പി മേടിച്ചില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാരുവിൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് എടുത്തു. അപ്പോൾ ആൾക്കത് അത്രയ്ക്കും വലിയ ഇഷ്ടമാവാണ്ട് ആളെന്തേ നീല കളറൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ പറഞ്ഞാൽ ഞങ്ങൾ സെലക്ട് ചെയ്തു, പക്ഷെ ഇതിൽ ഞങ്ങളൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കടയിൽ നിന്ന് പോയി മേടിച്ചതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാരിനത് ഇഷ്ടമായില്ല. അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇതും മേടിക്കേണ്ടി വരും, വേറെയും മേടിക്കേണ്ടി വരും. ചാരിന് ഇഷ്ടമാവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടാവില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ചാരിന് ഇഷ്ടമാവില്ല. ചാരിന് ഇങ്ങനെ വലിയ ബാഗുകളാണ് നോക്കണത്, അതും പിങ്ക് തന്നെയാവണം. പക്ഷെ ഒരു ക്വാളിറ്റി അങ്ങനെ തോന്നിയില്ല കേട്ടോ. പിന്നെ കൊച്ചു പറഞ്ഞത് സ്കൂബിയുടെ ബാഗ് വേണമെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞു സ്കൂബിയുടെ അത്ര പോരാ, അതിനേക്കാളും നല്ല ബാഗ് മേടിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മളിത് വേറെ മേടിച്ചു. അതാണ് പിള്ളേരുകൾക്ക് ഓരോ സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ലേറ്റ് തന്നെ മേടിച്ചത്. ഞങ്ങൾ സ്ലേറ്റ് നോക്കി ചാരുവിൻ്റെ ഇതെന്തൊരു സാധനം, ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ആകെ ഒരു ചോറും മാത്രം കൊണ്ടുപോകാനായിട്ടാണ് ലഞ്ച് കിറ്റ്. ഒറ്റ തള്ളല ഒന്നും ബുക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പഠിപ്പിയാണ്. അവനെ പറ്റി ഞാൻ പറയണില്ല. അത് ശരിയാട്ടോ, ഞാൻ പണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ആ കടയിലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അടുത്ത കടയ്ക്ക് പോകണട്ടോ ബാഗ് മേടിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ നല്ലൊരു അതന്നെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് സമയത്ത്. ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഓൺലൈൻ വീഡിയോ ഇട്ട് നോക്കിയതാണ്. പക്ഷെ അത് മഴയുടെ സൗണ്ട് കാരണം ഒരു രസമായിട്ട് തോന്നിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് രസമില്ലാന്നല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും ഇപ്പൊ നിങ്ങൾ കേട്ടല്ലാണ്ട് വേറെ രസമൊന്നുമില്ല, കാരണം പറയാണ്ട് നല്ല മഴ പെയ്തോണ്ട്. അപ്പൊ മഴ കാണിക്കാണ്, നല്ല മഴയാണ്. അപ്പൊ പിന്നെ ചാരി പറഞ്ഞത് ഞങ്ങക്ക് പുറത്തുനിന്ന് ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ടോ. അതൊക്കെ ഇതിൽ കേൾക്കാൻ പറ്റില്ല. 4 മണിയായില്ല. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇത് ഇത്തിരി ഫേമസ് ആയിട്ടുള്ള കടയാണ് 4 മണിയായി. അപ്പൊ അങ്ങനെ ഞങ്ങള് വീണ്ടും ബാഗ് സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് ചാരുവിന് ഇഷ്ടമായ ബാഗ് കിട്ടാ. വലിയ ഇഷ്ടമായിരുന്നില്ല, സ്കൂബിയുടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ അതിനേക്കാൾ നല്ല ബാഗ് ഇതാന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തിനായിട്ട് നമ്മൾ നോക്കുന്നത്
ഇപ്പൊ ഈ കൊച്ചിനും ഇവൾക്കും, കാരണം ഞങ്ങൾ വണ്ടിക്കാണ് ഇവിടെ കൊണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കും. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ ഈ റെയിൻകോട്ട് രണ്ടുപേർക്കും മേടിക്കണം കേട്ടോ. വല്ലതൊന്നും പറയും. വെള്ളം പറ്റി. ഇതാണ് ലാവൻഡർ, അതായത് ഫ്രൂട്ടിന്റെ പേര് പോലെ കളറ്. അപ്പൊ പിന്നെ ഞങ്ങൾ റെയിൻകോട്ട് എടുത്തു. ഇനി എന്നിട്ട് നമ്മൾ മേടിച്ചേ ബാഗും വാട്ടർ ബോട്ടിലൊക്കെ ഈ കടയാണ് കേട്ടോ വെച്ചാൽ. ചാലക്കുടിയിലുള്ള കടയാണ്. ചാലക്കുടിന്ന് കുറച്ച് പോണം. എനിക്ക് കൊമ്പിടി വഴി അല്ല മാളയ്ക്ക് പോണ വഴിക്ക് പോകണം. കടയുടെ പേര് പറഞ്ഞ ആൾക്കാർ പ്രമോഷൻ ആയിരിക്കും. എന്തായാലും അത്യാവശ്യം കുഴച്ചോറുള്ള കടയാണ് കേട്ടോ. എന്താ അപ്പോൾ അതേ ഇപ്പം നമ്മൾ വാട്ടർ ബോട്ടിൽ മേടിക്കുന്നത് നീ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതേ ഇപ്പം നമ്മൾ ആ പയ്യനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ, കാരണം കാശോറിൻ്റെ സാധനങ്ങൾ എടുത്ത് കാണിച്ചാൽ മതി എന്ന് അവനോട് ആദ്യം തന്നെ പറഞ്ഞതാ. അപ്പോൾ അതേ ഞങ്ങൾ വാട്ടർ ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. വാട്ടർ ബോട്ടിലൊക്കെ ഒരുപാട് മോഡലുണ്ട് കേട്ടോ. നമ്മളൊക്കെ പണ്ട് പെപ്സിയുടെ കുപ്പി സ്റ്റിക്കറും പോകാണ്ട് കൊണ്ടുവന്ന കാരണം ആലോചിക്കുന്നു. അതുണ്ടായിരുന്നില്ല, ഇവര് അപ്പുറത്ത് കണ്ടിട്ടുണ്ടായി അതിൽ കോരി കുടിക്കുന്നത് കുളി പോകുന്നത്. അപ്പൊ അമ്മ നിന്നെ പറ്റിച്ചു, ഞാൻ പറ്റിച്ചു. അപ്പൊ ഞങ്ങള് വാട്ടർ ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ വിലയുണ്ട് നോക്കുന്നു കേട്ടോ. ഈ ഒടുക്കത്തെ കാശാണ് ഈ വക സാധനങ്ങൾക്ക്. ഈ കടയുടെ അല്ല, എല്ലാ കടയിലും അതെ. സ്റ്റീലിൻ്റെ സാധനമൊക്കെ 400-500 രൂപയ്ക്ക് പറയുന്നത്. അപ്പോൾ അതേ അടുത്ത വാട്ടർ ബോട്ടിൽ എടുത്തു. ഇതാണ് കേട്ടോ വാട്ടർ. ഇതല്ല നീത്തെ വാട്ടർ ബോട്ടിൽ. ഇതല്ല, ഇത് കുറിച്ച് നോക്കണതാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ വാട്ടർ ബോട്ടിൽ. നമ്മൾ മുങ്ങിട്ടാ പറയ്. ചക്കി കറിയണേന്റെ പേര് പറഞ്ഞത് വോയിസ് കൊടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതേ വാട്ടർ ബോട്ടിലായി. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബില്ല് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ, അതുണ്ടോ. എന്നിട്ട് അവസാനം ഇതാണോ ഫിക്സ് ചെയ്തത്? അതിൻ്റെ നേരത്തെ കണ്ട വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പൈസ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് കയറാണ് കേട്ടോ. ഇനി ഞങ്ങൾ പാരഡൈസിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അതിൻ്റെ വീഡിയോ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരാം. അപ്പോൾ ഇത്ര നേരം ഞങ്ങൾ 3 പേര് സഹിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വിഷയം കൂടി ഒരു താങ്ക് യു പറഞ്ഞോ. ബൈ.